ഹായ് മക്കളെ, എടാ ഞാനൊരു പെയ്ഡ് സ്റ്റുഡൻറ്റിൻ്റെ കഥ പറയട്ടെ. അതായത് അബിൻ എന്നാണ് അവൻ്റെ പേര്. അവന് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ലാബ് എക്സാം, കെമിസ്ട്രിയിലാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അവൻ ഞങ്ങളുടെ ഞായറാഴ്ചത്തെ JEE ഫുൾ മാരത്തോണും കണ്ടിട്ട് രാത്രി എന്നോട് പറഞ്ഞു, സാറേ അടിപൊളിയായിരുന്നു എന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എല്ലടാ നിൻ്റെ ലാബ് എപ്പോഴാണ്? സാർ നാളെ. അപ്പോൾ നീ പഠിക്കുന്നില്ലേ? അത് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ നോക്കിയാൽ മതി. ഓക്കെ, ആൻഡ് ലാബ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ലാബ്? സാർ അത് ഫുള്ള് കിട്ടും. അപ്പം ഇങ്ങനെ കഴിഞ്ഞ 2 വർഷമായിട്ട് എല്ലാം മറന്നിട്ട് JEEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരുപാട് മക്കൾ എന്തുണ്ടാവും, ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും. അപ്പം നിങ്ങൾ എന്താണ്, നമ്മളുടെ ആ ഒരു കാത്തിരിപ്പ് അവസാനിക്കാറായില്ലേ? ജനുവരി 27 മുതൽ, നിങ്ങൾ ഡേറ്റ് എക്സാക്റ്റ്ലി എപ്പോൾ എന്നറിയില്ലെങ്കിലും ജനുവരി 27 മുതൽ JEE സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. അതായത് ഈ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും ഒടും പടപൊരുതിയിട്ട് നിങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു എഫേർട്ട് തന്നെ ഇന്ത്യയിലുള്ള +1ഉം +2ൻ്റെയും കൂടെ JEE എഴുതുന്ന ഭൂരിഭാഗം കുട്ടികൾ എടുക്കാൻ സാധ്യതയുള്ളൂ. സോ നിങ്ങൾക്ക് എന്താണ്, ഉറപ്പായിട്ടും അടുത്ത ഈ ഒരു JEEയിൽ തന്നെ ഒരു 98-99% തന്നെ എത്തും തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നിങ്ങൾ അവസാനം വരെ കോൺഫിഡൻറ്റോടെ ഇരിക്കുക, വളരെ ധൈര്യത്തിൽ തന്നെ നിങ്ങൾ പരീക്ഷ എഴുതുക. ആൻഡ് ഇനി കുറച്ച് കുട്ടികൾ ഉറപ്പായിട്ടുണ്ടാവും എന്താണ്, +1ലേക്ക് എത്തുമ്പം വളരെ ആവേശപൂർവ്വം JEE എഴുതണം, ക്ലിയർ ചെയ്യണം, ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്യണം, NITയിലോ IITയിലോ പഠിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച്. പക്ഷേ ആ ഒരു ഫ്ലോയുടെ ഇടയിൽ സ്കൂളും അതേപോലെ തന്നെ ഈ എൻട്രൻസ് കോച്ചിങ്ങും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാതെ പാതി വഴിക്ക് നിർത്തിപ്പോയ ഒരുപാട് കുട്ടികളുണ്ടാവും. ആൻഡ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, കേരളത്തിൽ ഇന്ന് +2 പഠിക്കുന്ന 95% കുട്ടികൾ നിങ്ങളെപ്പോലെ തന്നെയാണ്. എന്താണ്, നിങ്ങൾ അത്ര മോശക്കാരെന്നല്ല. കാരണം എന്താ വെച്ചാൽ അതൊരു യാഥാർത്ഥ്യമാണ്. എന്ത്, സ്കൂളും അതിൻ്റെ കൂടെ തന്നെ എൻട്രൻസ് കോച്ചിങ് ഒരുമിച്ച് കൊണ്ടുപോകാന്ന് പറയുന്നത് വളരെ വളരെ കുറച്ച് പേർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ നിരാശരാകേണ്ട ആവശ്യമില്ല. എന്നും മാത്രമല്ല, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ രണ്ടും കൂടെ തട്ടിമുട്ടിയൊക്കെ പോയിട്ട് ഏകദേശം ഒരു 30-40% പഠിച്ച ചില കുട്ടികളെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, NITയിലൊക്കെ എത്തിയത് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ചെയ്തത് ഒരൊറ്റ കാര്യം മാത്രമാണ്, ലാസ്റ്റ് മൊമെൻ്റ് വരെ കോൺഫിഡൻറ്റോട് കൂടിയിരുന്നു. എന്ന് മാത്രമല്ല, നിങ്ങളൊക്കെ ചെയ്യാൻ പോകുന്ന ഒരു വലിയ മിസ്റ്റേക്ക് അവർ ചെയ്തിട്ടില്ല. കാരണം എന്താ, ഈ 90 ക്വസ്റ്റ്യനൊക്കെ കാണുമ്പോൾ ഒരു 3, 4, 5, 6 ആകെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ കറക്കി കുത്തിയിട്ട് ആൻസർ അഥവാ കിട്ടിയാലോ എന്നൊക്കെ വിചാരിക്കും. ഒരു കാരണവശാലും ചെയ്യരുത്. അതായത് JEEയുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഓരോ സെഷൻ ബേസ്ഡ് ആണ്. പെർസെൻറ്റേജ് ചിലപ്പോൾ നിങ്ങൾ എഴുതുന്ന സെഷൻ എന്തായിരിക്കും, ഭയങ്കര ടഫായിട്ടുള്ള സെഷനാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 110 മാർക്ക് കിട്ടിയാലും, അതേപോലെ തന്നെ വേറൊരു എളുപ്പമുള്ള സെഷനിൽ 180 മാർക്ക് കിട്ടിയാലും ഏകദേശം ഒരേ പെർസെൻറ്റേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, കറക്കി കുത്തി വരെ ഇന്നേ വരെ ഒരാൾക്കും എൻട്രൻസ് കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതൊരു അനുഭവമാക്കി മാറ്റിയിട്ട് അടുത്ത തവണ എന്തായാലും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്താണ്, JEE കിട്ടും. NITയിലോ IITയിലോ പഠിച്ചാലുള്ള ഗുണം ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആൻഡ് അവസാനമായിട്ട് ഒരൊറ്റ കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ യാത്ര തുടങ്ങിയിട്ട് 2 വർഷമില്ലേ. അതുകൊണ്ട് തന്നെ അവസാന സമയം വരെ കൂടെ ഞങ്ങളുണ്ടാവും. അതായത് ഒരു JEE എക്സാമിൻ്റെ ഏറ്റവും അവസാനം കെമിസ്ട്രിക്ക് നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത്, ചിലപ്പോൾ ചില ചാപ്റ്ററുകളായിരിക്കും, ചില കൺസെപ്റ്റുകളായിരിക്കും, ചിലതിൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ ലാസ്റ്റ് കെമിസ്ട്രിയിൽ എന്തൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞു തന്നുകൊണ്ട് അത് പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ റിഷാദ് സാറും ഷെഫിൻ സാറും എന്ത് വരുന്നുണ്ട്, നാളെ രാവിലെ. അതായത് റിപ്പബ്ലിക് ഡേ ആണ്. ഒരു കാരണവശാലും സ്കൂൾ എന്ത് പരിപാടി ഉണ്ടെങ്കിൽ നിങ്ങൾ പോകാൻ പാടില്ല. രാവിലെ 8 മണി മുതൽ നിങ്ങൾ ഇരിക്കുക. ചിലപ്പോൾ എന്തായിരിക്കും, അതിലുള്ള ചില കൺസെപ്റ്റുകൾ, ചില പോയിന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസ് കെമിസ്ട്രിക്ക് എഴുതാൻ പറ്റും. രാവിലെ മുതൽ ഇത് എൻഡ് ഗെയിം തുടങ്ങാൻ പോവാണ്. റിപ്പബ്ലിക് ഡേ അന്ന് രാവിലെ 8 മണിക്ക് ഉറപ്പായിട്ട് നിങ്ങൾ ഏതെങ്കിലും പോയിന്റിൽ JEE സ്വപ്നം കണ്ടിട്ടുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് 8 മണിക്ക് ഈ സെഷനും, ആ സെഷൻ എപ്പോഴാണ് കഴിയാമെന്ന് എനിക്കറിയില്ല, എപ്പോൾ കഴിഞ്ഞാലും രാത്രി 7 മണിക്ക് ഫിസിക്സിൻ്റെയും അതേപോലെ തന്നെ മാത്സിൻ്റെ എൻ ഗെയിമുമായിട്ട് നമ്മളുടെ ഷബീർ സാറും അതേപോലെ തന്നെ അനീസ് സാറും വരുന്നുണ്ട്. അപ്പം ഉറപ്പായിട്ടും രാത്രി 7 മണിക്ക് നിങ്ങൾ ഉണ്ടാവണം. അതായത് ഒരു JEE എഴുതുന്ന കുട്ടിക്ക് അവസാന നിമിഷത്തിൽ എന്താണോ വേണ്ടത് അതാണ് നാളെ നിങ്ങൾക്ക് ഞങ്ങൾ തരാൻ പോകുന്നത്. ജാനുവരി 26 നിങ്ങൾക്ക് മുഴുവനായിട്ട് കണ്ടു തീർക്കാൻ പറ്റില്ല. എന്നാണോ നിങ്ങൾ JEE എഴുതുന്നത് അതുവരെ ഇത് കണ്ടുകൊണ്ടേയിരിക്കുക, സെയിം വീഡിയോ കണ്ടുകൊണ്ടേയിരിക്കുക. ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് തിങ്. ഒരിക്കൽ കൂടെ പറയാം, ഓൾ ദ ബെസ്റ്റ്. ടെൻഷൻ വേണ്ട, കോൺഫിഡൻ്റ് ആയിട്ട് കൂടി ചെയ്താൽ ഉറപ്പായിട്ട് അടുത്ത വർഷം നിങ്ങളിലെ ഒരുപാട് ആൾക്കാരെ NITയിൽ എനിക്ക് കാണാൻ പറ്റും തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓൾ ദ ബെസ്റ്റ് ഗൈസ്.